ഹായ് മക്കളെ, ലീഡ്സ് അക്കാദമിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് 9ാം ക്ലാസ് ജോഗ്രഫിയിലെ 4ാമത്തെ ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. എക്സാമൊക്കെ അടുത്ത് വരികയാണ്. അപ്പോൾ നമുക്ക് 4ാമത്തെ ചാപ്റ്റർ എന്താണെന്ന് നോക്കാം. അതായത് നമ്മുടെ ചാപ്റ്റർ പേര് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ നാഷണൽ ഡെവലപ്മെൻറ്റ് എന്നാണ്. അതായത് മാനവ വിഭവശേഷി രാഷ്ട്ര പുരോഗതിക്കായി എന്ന ചാപ്റ്ററാണ്. അതിൽ നമ്മൾ എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ? നമ്മൾ ചെറിയ ക്ലാസ്സിലൊക്കെ പഠിച്ചു വന്നാണ് എന്താണ് ഉൽപാദന ഘടകങ്ങളെന്നും അതിൻ്റെ റിവാർഡ്സ് എന്താണെന്നാണ് നമ്മൾ ഫസ്റ്റായിട്ട് നോക്കുന്നത്. പിന്നെ എന്താണ് ബാർട്ടർ സംവിധാനം, അതായത് ബാർട്ടർ സിസ്റ്റം എന്താണെന്ന്, അതായത് അതിലുള്ള കാര്യങ്ങൾ പണ്ടുകാലത്ത് എങ്ങനെയായിരുന്നു ബാർട്ടർ സമ്പ്രദായം എന്തായിരുന്നു എന്നുള്ളതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. മൂന്നാമതാണ് എവല്യൂഷൻ ഓഫ് മണി, മണിയുടെ എവല്യൂഷൻ പരിണാമം എന്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഈ ചാപ്റ്ററിൽ നോക്കുന്നുണ്ട്. അതുപോലെ ഹ്യൂമൻ റിസോഴ്സസ്, അതായത് മാനവവിഭാഗം അഥവാ മനുഷ്യ വിഭാഗത്തെക്കുറിച്ച് നോക്കുന്നുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊഡക്ടിവിറ്റി, എന്താണ് പ്രൊഡക്ടിവിറ്റീനെ കുറിച്ച് നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ഏജ് സ്ട്രക്ചർ, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഓരോ ആളുകളെയും ഏജിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതാണ് ഏജ് സ്ട്രക്ചറിൽ നോക്കാനുള്ളത്. പിന്നെ ഹ്യൂമൻ ക്യാപിറ്റലിൽ മനുഷ്യ മൂലധനത്തിൽ ഉൾപ്പെടുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ നോക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, ഒരു മനുഷ്യ മൂലധന ഘടകത്തിൽ എങ്ങനെയൊക്കെയാണ് രൂപീകരണം നടക്കുന്നതെന്ന് നമ്മൾ കുറേ പോയിന്റ്സ് ആയിട്ട് നോക്കുന്നുണ്ട്. അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താ ഈ ചാപ്റ്ററിലുള്ള ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് നോക്കാം. അതിൻ്റെ റിവാർഡ്സ്. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നമുക്കറിയാം, ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ട് വന്നു തന്നെയാണ്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഓർഗനൈസേഷൻ ഓർ എൻ്റർപ്രനർഷിപ്പിനെ കുറിച്ചുള്ളതാണ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റത്തെ ലാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ലാൻഡിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് റെൻ്റാണ്, അതായത് പാട്ടം. അതായത് ഭൂമിയുടെ റിവാർഡ് എന്ന് പറയുന്നത്, പ്രതിഫലം എന്ന് പറയുന്നത് പാട്ടമാണ്. പിന്നെ അതേപോലെ തന്നെ ലേബറിൻ്റെ റിവാർഡ് എന്ന് പറയുന്നത് വേജസ്. പിന്നെ ക്യാപിറ്റലിലെ ഇൻട്രസ്റ്റ്, എൻ്റർപ്രനർഷിപ്പ് ഓർഗനൈസേഷൻ്റെയാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഇവ ഓരോന്നും നമ്മൾ എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതിനു മുന്നേ വാട്ട് ഡു യു മീൻ ബൈ എക്കണോമിക് റിസോഴ്സസ്, അതായത് എക്കണോമിക് റിസോഴ്സസ് ഏതൊക്കെയാണെന്നാണ്. അതായത് ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, എൻ്റർപ്രനർഷിപ്പ് ആർ ദ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇവയെല്ലാം ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ ഉൾപ്പെടുന്നതാണ്. അതുപോലെ ദിസ് ആർ നോൺ ആസ് ആൻ എക്കണോമിക് റിസോഴ്സ്, അതായത് എന്തിനെയാണ് എക്കണോമിക് റിസോഴ്സ് എന്ന് പറയുന്നത്, ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എല്ലാം എന്തിനെ സൂചിപ്പിക്കുകയാണ്? ഇക്കണോമിക് റിസോഴ്സസിനെ സൂചിപ്പിക്കുന്നതിനെയാണ്. അപ്പോൾ നമുക്ക് എന്താണ് ഇവ ഓരോന്നും, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്താണെന്ന് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ നോക്കാം. ആദ്യം നമുക്ക് നോക്കാനുള്ള ലാൻഡ്. അതായത് ലാൻഡ് എന്ന് പറയുന്നത്, ലാൻഡിൽ അതായത് ഒരു കൃഷി ചെയ്യാൻ ആവശ്യമായ നമുക്ക് അത്യാവശ്യ ഘടകമാണ് എന്തെന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്, അതായത് ഭൂമി എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതലായിട്ട് ആവശ്യം എന്താ, ഒരു കൃഷി ചെയ്യാൻ എന്തൊക്കെ ആവശ്യം വേണ്ട, അതായത് മണ്ണ് വേണം, വെള്ളം വേണം, അതുപോലെ തുടങ്ങിയ പ്രകൃതി വിഭവങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്, ലാൻഡ് എന്ന് പറയുന്നത്. രണ്ടാമത്താണ് ലേബർ, അതായത് അധ്വാനിക്കാൻ ആരൊക്കെ വേണം, അതായത് ജോലിക്കാർ വേണം. കൂടുതലായിട്ട് കാർഷിക മേഖലയിലാണ് നോക്കുകയാണെങ്കിൽ ജോലിക്കാരെ അത്യാവശ്യമാണ്. അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ലേബർ എന്ന് പറയുന്നത്, അതായത് എന്ത് ജോലി ചെയ്യാനും അതിൻ്റെ പ്രതിഫലം എല്ലാ മനുഷ്യർക്കും അത്യാവശ്യമാണ്. അത് ഭൗതികമായോ കായികമായോ അത് ഫിസിക്കൽ എഫേർട്ടിൻ്റെ ഫലമായിട്ടാണ് അധ്വാനത്തിൽ, അതായത് ലേബേഴ്സിനെ ആവശ്യപ്പെടുന്നത് എന്ന് പറയുന്നത്. മൂന്നാമത് നോക്കാനുള്ളത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്, അതായത് ഉൽപാദന പ്രക്രിയയിൽ സഹായിക്കുന്ന എല്ലാ മനുഷ്യനിർമ്മിത വിഭാഗങ്ങളെ എന്തെന്ന് പറയുന്നു, ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഓൾ മാൻ മെയ്ഡ് റിസോഴ്സസ് ദാറ്റ് എയ്ഡ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ആർ ക്യാപിറ്റൽ, അതിനെയാണ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. പിന്നെ ലാസ്റ്റത്തെയാണ് എൻ്റർപ്രനർഷിപ്പ് ഓർ ഓർഗനൈസേഷൻ. അതായത് അതായത് ഓരോ അധ്വാനം ചെയ്യുന്നവരുടെ, ഓരോ കൃഷി മേഖലയിൽ അധ്വാനം ചെയ്യുന്ന ലേബേഴ്സിൻ്റെ എന്ത് ചെയ്യുന്നു, അവരെല്ലാം ഒന്ന് അതായത് ഒത്തുചേർത്തിട്ട് ഉൽപാദനം സാധ്യമാക്കുന്ന ഒരു സംരംഭം. അതായത് നമ്മളൊരു കൃഷി മേഖലയിൽ, ഒരു കാർഷിക മേഖലയിൽ പങ്കെടുത്തു, അതിന് ലാസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഓർഗനൈസേഷനായിട്ട്, സംരംഭമായിട്ട് നമ്മൾ തുടങ്ങുന്നതാണ് എൻ്റർപ്രനർഷിപ്പ് എന്ന് പറയുന്നത്. ഇത്രയാണ് നമ്മുടെ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനിൽ പറയാനുള്ളത്. അടുത്താണ് ബാർട്ടർ സമ്പ്രദായമാണ് നോക്കാനുള്ളത്, അതായത് ബാർട്ടർ സിസ്റ്റം. അതായത് നമ്മൾ പണ്ട് കാലത്തൊക്കെ സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ തന്നെ, അതായത് ഇപ്പം നമുക്കൊരു സാധനം ആവശ്യമുണ്ട്, അതായത് അരി ആവശ്യമുണ്ട്, അരിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ വീട്ടിലുണ്ടാക്കിയ, അതായത്
കാപ്പിക്കുരുവോ കുരുമുളകോ എന്നുള്ള സാധനങ്ങൾ കൊടുത്തിട്ട് നമ്മൾ അരി മേടിക്കുന്നതിനാണ് എന്തെന്ന് പറയുന്നത്, ബാർട്ടർ സമ്പ്രദായം എന്ന് പറയുന്നത്. അതൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്. ഇവിടെ ബാർട്ടർ സമ്പ്രദായം എന്താന്ന് പറയുന്നുണ്ട്, വസ്തുക്കൾക്ക് പകരം വസ്തുക്കൾ കൈമാറ്റം ചെയ്യപ്പെടുന്ന വിനിമയ മാർഗമാണ് എന്തെന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. അതിൽ അവയ്ക്ക് ഓരോ പോരായ്മകളുണ്ട്, അതായത് ഡിസ്അഡ്വാൻറ്റേജസ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കൈമാറ്റം, ഈ എക്സ്ചേഞ്ച് ചെയ്യുന്നതിന് മൂലം സാധനങ്ങളുടെ മൂല്യം എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും. അതായത് നമുക്കിപ്പം നല്ല മൂല്യമുള്ള, അതായത് നല്ല വാല്യൂ ഉള്ള ഇപ്പം നല്ല വാല്യൂ ഉള്ള ഒരു അരി കൊടുത്ത് മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്കാട്ടും കുറഞ്ഞൊരു സാധനമാണ്, പച്ചക്കറിയാണ് നമുക്ക് മേടിക്കാനുള്ളത്, നല്ല മൂല്യമുള്ള, അതായത് നല്ല പൈസയുള്ള ഒരു സാധനം നമ്മൾ മാർക്കറ്റിൽ കൊടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് കിട്ടുന്നത് അതിനെക്കാട്ടും കുറഞ്ഞൊരു വിലയുള്ളൊരു സാധനമാണെങ്കിൽ അതെന്ന് പറയുന്നത് എന്തായിരിക്കും, അതിൻ്റെ സാധനങ്ങളുടെ മൂല്യം വ്യത്യസ്തമായിരിക്കും. അതാണ് ഒന്നാമത്തെ പോരായ്മ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ, ഓരോരുത്തരും ആവശ്യങ്ങൾ നിറവേറ്റാൻ, അതായത് അവർക്കൊരു ഇന്ന ആവശ്യം വേണമെന്നുള്ളത് കാരണമായിരിക്കാം അവരെന്തെന്ന് പറയുന്നത്, അവർക്ക് അവരുടെ ആ സാധനങ്ങൾ കൊടുത്തിട്ട് വേറൊരു സാധനം മേടിക്കുന്നത്. അപ്പോൾ അവർക്ക് ഇപ്പം അരി വേണമെന്നുണ്ട്, അപ്പോൾ ഒരു കടയിൽ ഇപ്പം അരി വേണമെന്നുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ അരി അവിടെ ഇല്ല. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഈ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള സാധനങ്ങളുടെ ലഭ്യതക്കുറവ് കാരണം എന്ത് സംഭവിക്കുന്നു, ഈ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ ഡിസ്അഡ്വാൻറ്റേജസ് ആയിട്ട് കരുതുന്നു. പിന്നെ അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട സാധനങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മൾ ആഗ്രഹിച്ചിട്ട് പോകുന്ന സാധനങ്ങൾ, ഇപ്പം പലഹാരമാണെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചിട്ട് ഒരു കടയിലേക്ക് പോവുകയാണ്, അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ട സാധനമൊന്നും കിട്ടുന്നില്ല. അപ്പോൾ അതെന്ത് പറയുന്നു, അതും നമ്മുടെ ബാർട്ടർ സിസ്റ്റത്തിൻ്റെ പോരായ്മയിൽ വരുന്നതാണ്. പിന്നെയാണ് എവല്യൂഷൻ ഓഫ് മണി. ഈ ബാർട്ടർ സിസ്റ്റമൊക്കെ വന്നു, അപ്പോൾ എന്തിലൂടെയൊക്കെ ആയിരിക്കാം നമ്മുടെ എവല്യൂഷൻ ഓഫ് മണി വരുന്നതെന്ന് നോക്കാം. അതായത് ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞത് ബാർട്ടർ പ്രൊഡക്റ്റ്, അതായത് സാധനങ്ങൾക്ക് പകരം, ഇപ്പോൾ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് കാണാം എന്താണ് ബാർട്ടർ പ്രൊഡക്റ്റ്, അതായത് സാധനങ്ങൾക്ക് പകരം സാധനങ്ങൾ കൈമാറ്റം ചെയ്തിരുന്ന പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞത്. അതെന്തിലേക്ക് മാറി, പിന്നീട് ഗോൾഡിലേക്കായിട്ട് മാറി. പിന്നീടോ മെറ്റൽ കോയിൻസ് നിന്ന് നേരെ പേപ്പർ മണി, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന പൈസ, അതായത് പേപ്പർ മണിയായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ എന്തായിരുന്നു, പ്ലാസ്റ്റിക് മണി, അതായത് ATM പോലെ രൂപത്തിലുള്ള പ്ലാസ്റ്റിക് മണിയായിട്ട് പിന്നീട് അത് മാറാൻ തുടങ്ങി. പിന്നീടാണ് ഇലക്ട്രോണിക് മണി എന്ന രൂപത്തിലേക്ക് എന്ത് മാറാൻ തുടങ്ങി, മണിയുടെ ഇവല്യൂഷൻ എന്ന് പറയുന്നത് മാറാൻ തുടങ്ങി. പിന്നീട് നമുക്ക് നോക്കാനുള്ളത് എന്താണ്, വാട്ട് ഈസ് ഹ്യൂമൻ റിസോഴ്സസ്, അതായത് എന്താണ് മനുഷ്യ മൂലധനം എന്താണെന്ന് നോക്കാനുള്ളത്. അതായത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദ ടേം ഹ്യൂമൻ റിസോഴ്സസ് ഡിനോട്ട് പീപ്പിൾ ഹു ക്യാൻ വർക്ക് ആൻഡ് ക്യാൻ ബി യൂസ്ഡ് ഇൻ ദി പ്രൊഡക്ഷൻ പ്രോസസ്സ്. അതിനെയാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നുണ്ട്, ഉൽപാദന പ്രക്രിയയിൽ ഉൾപ്പെടുത്താൻ കഴിയുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് ലഭ്യമായ പ്രകൃതി വിഭവങ്ങളെ മറ്റ് ഉൽപാദന ഘടകങ്ങളുടെ സഹായത്തോടെ കായികക്ഷമതയും ബുദ്ധിയും ഉപയോഗിച്ചുകൊണ്ട് ഉൽപ്പന്നങ്ങളാക്കി മാറ്റാൻ മാനവ വിഭാഗത്തിന് കഴിയുന്ന, അതായത് മനുഷ്യ മൂലധനത്തിന് കഴിയുന്ന അവസ്ഥയാണ് അതായത് ഹ്യൂമൻ റിസോഴ്സ്. അതായത് ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും ഉൾപ്പെട്ടതാണ് ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത്. ഇതിൽ അത്രയാണ് ഹ്യൂമൻ റിസോഴ്സസിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ എന്തായിരിക്കാം, ഹൗ ക്യാൻ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് പോസിബിൾ, എന്തുകൊണ്ടായിരിക്കാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പോസിബിൾ ആയത്. അതായത് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് പോസിബിൾ വെൻ മോർ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആർ മെയ്ഡ് ഓൺ ദി എബോവ് ഫാക്ടേഴ്സ് ടു ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി കാരണമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ പോസിബിൾ ആയിരിക്കാൻ കാരണം എന്ന് പറയുന്നത്. പിന്നെ ഉള്ളത് ഹ്യൂമൻ ക്യാപിറ്റലും എന്താണ്, ഹ്യൂമൻ ക്യാപിറ്റൽ ആൻഡ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ എന്താണെന്ന് നോക്കാൻ പോകുന്നത് നമ്മൾ. ഹ്യൂമൻ ക്യാപിറ്റൽ ഈസ് ദ എക്കണോമിക് വാല്യൂ ഓഫ് ഹ്യൂമൻ റിസോഴ്സസ്. ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഈസ് ദ അഡീഷൻ മെയ്ഡ് ഓവർ പീരിയഡ്സ് ഓഫ് ടൈം ടു ദ സ്റ്റോക്ക് ഓഫ് ഹ്യൂമൻ ക്യാപിറ്റൽ. അതാണ് ഇവ തമ്മിൽ കമ്പയർ ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് എഴുതാനുള്ള സിമ്പിളായിട്ട് തന്നെയാണ് ഇത് പറഞ്ഞേക്കുന്നത്. അത് കറക്റ്റ് തന്നെയായിട്ട് എല്ലാവരും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെയുള്ളത് ഹൗ ക്യാൻ ബി മെയ്ഡ് ഹ്യൂമൻ റിസോഴ്സസ് മോർ എഫിഷ്യൻറ്റ്, എന്തുകൊണ്ടായിരിക്കാം ഹ്യൂമൻ റിസോഴ്സസ് എന്ന് പറയുന്നത് മോർ എഫിഷ്യൻ്റ് ആയിരിക്കാൻ കാരണം എന്നുള്ളത്. അതായത് മാനവവിഭവശേഷിയുടെ കൂടുതൽ കാര്യക്ഷമതയുള്ളതാക്കി മാറ്റാൻ കഴിയുന്നത് എപ്പോഴാണ്, ഏത് കാലഘട്ടത്തിലാണ് കഴിയുന്നതെന്ന്. അതായത് പറയുന്നുണ്ട് ഇവിടെ, ബൈ എൻഷുറിങ് ഹയർ എഡ്യൂക്കേഷൻ, അതായത് ഓരോ ഡെവലപ്മെൻറ്റിൻ്റെ അത്യാവശ്യമാണ് നമുക്ക് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. അതായത് വിദ്യാഭ്യാസത്തിലൂടെ പിന്നെ
പ്രോപ്പർ ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് കെയർ. നമുക്ക് നല്ല ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യുന്നു, നമുക്ക് മാനവ വിഭവശേഷി അതായത് കൂടുതലായിട്ട് ഡെവലപ്മെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. മെയ്ഡ് ഹ്യൂമൻ റിസോഴ്സസ് മോർ എഫിഷ്യൻ്റ് ആക്കാൻ കഴിയുള്ളൂ. അതായത് നല്ലൊരു എഡ്യൂക്കേഷൻ ഉണ്ടാവണം. പിന്നെ എന്താണെന്നുള്ളത് പറയുന്നത്, ജോബ് ട്രെയിനിങ് ആൻഡ് ഹെൽത്ത് കെയർ അത്യാവശ്യമാണെന്നാണ് പറയുന്നത്. പിന്നെ എന്തൊക്കെയായിരിക്കാം ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ, എന്തൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്നാണ് നോക്കാൻ പോണത്. ഫസ്റ്റ് വൺ ആണ് എഡ്യൂക്കേഷൻ, അതായത് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. സെക്കൻഡ് വൺ ആണ് ഹെൽത്ത് എന്ന് പറയുന്നത്, അതായത് ആരോഗ്യ പരിരക്ഷ എന്ന് പറയുന്നത്. തേർഡ് മൈഗ്രേഷൻ, നമുക്ക് അറിയാം കുടിയേറ്റം എന്ന് പറയുന്നത്. പിന്നെ നാലാമത്തെയാണ് ജോബ് ട്രെയിനിങ്. പിന്നെ ആക്സസ് ടു ഇൻഫോർമേഷൻ, അതായത് വിവര ലഭ്യത, അതായത് ഓരോ കാര്യത്തിനെ കുറിച്ചുള്ള നോളജ് കിട്ടാനുള്ളതാണ് ആക്സസ് ടു ഇൻഫോർമേഷൻ. ഇവ ഓരോന്നും എന്താണെന്ന് നമുക്ക് നോക്കാം. ആദ്യം തന്നെ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം എന്ന് പറയുന്നത് എങ്ങനെ രാജ്യത്തിൻ്റെ പുരോഗതിയിലേക്ക് നയിക്കുന്നു എന്ന് പറയുന്നത്, അതായത് രാജ്യത്തിൻ്റെ അതായത് നാഷണൽ ഡെവലപ്മെൻറ്റിന് കൂടുതലായിട്ട് പ്രാധാന്യം നൽകുന്നതാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷന് നമുക്ക് അതായത് നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരാളിങ്ങനെ സ്റ്റെപ്പൊക്കെ കയറി പോകുന്നത്, അതാണ് എഡ്യൂക്കേഷൻ. ഓരോ ലെവലിലും എത്തുന്നതാണ് ഇവിടെ പറയുന്നുണ്ട്. ഹൗ എഡ്യൂക്കേഷൻ ലീഡ് ടു ദ പ്രോഗ്രസ് ഓഫ് ദി കൺട്രി, അതായത് കൺട്രീൻ്റെ പ്രോഗ്രസ്സിന് വേണ്ടിയാണ് എന്തെന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതായത് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഇൻക്രീസ് ഇൻ എബിലിറ്റി, എഡ്യൂക്കേഷനായിട്ടുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഇൻക്രീസ് ഇൻ എബിലിറ്റി. പിന്നെ എന്താ പറയുന്നത് ടെക്നോളജിക്കൽ നോളജ്, പിന്നെ സ്കിൽ ഡെവലപ്മെൻറ്റ്, ബെറ്റർ ജോബ് കിട്ടുന്നു, പിന്നെ ബെറ്റർ ഇൻകം കിട്ടുന്നു, പിന്നെ അതുപോലെ ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫ്. നമുക്ക് എങ്ങനെ വേണേൽ നമുക്ക് നല്ലൊരു ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്ക് തന്നെ നമ്മൾ ആഗ്രഹിച്ച പോലെ ജീവിതമൊക്കെ കിട്ടില്ലേ. അതേപോലെ നമുക്ക് എന്ത് മേടിക്കാൻ, ഡ്രസ്സ് മേടിക്കാനാണെങ്കിലും അതേപോലെ ഭക്ഷണം കഴിക്കാനാണെങ്കിലും നല്ലൊരു ജോലി കിട്ടി. അത് എന്തിലൂടെയൊക്കെയാണ് സാധ്യമാകുന്നത്, നമുക്ക് നല്ലൊരു വിദ്യാഭ്യാസം ഉണ്ടെങ്കിലല്ലേ. നമ്മൾ കൂടുതലായിട്ട് പഠിച്ചാൽ മാത്രമല്ലേ നമുക്ക് നല്ല ജോബ് കിട്ടുള്ളൂ, ബെറ്റർ സാലറി കിട്ടുള്ളൂ, ബെറ്റർ ക്വാളിറ്റി ഓഫ് ലൈഫൊക്കെ കിട്ടുള്ളൂ. പിന്നെ എന്താ, അതൊക്കെ എന്തിന് കാരണമാകുന്നു, നാഷണൽ ഡെവലപ്മെൻറ്റിന് കാരണമാകുന്നതാണ് പറയുന്നത്. എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റെപ്പിലൂടെയും കടന്നാണ് നമ്മുടെ നാഷണൽ ഡെവലപ്മെൻറ്റിലേക്ക് വഴിതെളിക്കുന്നത്. അത് കറക്റ്റായിട്ട് തന്നെ ഈ പോയിന്റ് കറക്റ്റായിട്ട് തന്നെ എല്ലാവരും നോക്കുക. എക്സാമിന് ഇത് ഈ ഭാഗത്തു നിന്ന് നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന എന്തായാലും ഈ ഷുവറാണ് ഈ ഭാഗത്തു നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ വരുന്നു എന്നുള്ളത്. പിന്നെ എന്താണെന്നുള്ളത്, അതായത് നമ്മൾ എഡ്യൂക്കേഷനെ കുറിച്ച് പഠിച്ചു. എഡ്യൂക്കേഷൻ ഇത്രയും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ടൊരു 4 മാർക്കിനൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ കറക്റ്റ് ഒരു ഓർഡറിൽ സ്റ്റെപ്പൊക്കെ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് എന്തായാലും കിട്ടുന്നതാണ്. പിന്നെ എന്താണ് നമ്മളെ ഹെൽത്ത് കെയർ, അതായത് നമ്മുടെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ രണ്ടാമത്തെ ഘടകമായിരുന്നു എന്തെന്ന് പറയുന്നത് ഹെൽത്ത് കെയർ എന്ന് പറയുന്നത്. അതിൽ ഹെൽത്ത് കെയറിൽ പറയുകയാണെങ്കിൽ ഹെൽത്ത് ആസ് അതായത് WHO, അതായത് ഫുൾ ഫോം ഒക്കെ ചോദിക്കും. WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഫുൾ ഫോം ഒക്കെ ചോദിക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റായിട്ട് തന്നെ നോക്കിയിട്ട് പോവുക. എന്താണ് WHO എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെൽത്ത് ആസ് എ സ്റ്റേറ്റ് ഓഫ് ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് WHO എന്ന് പറയുന്നത്. ശാരീരികവും മാനസികവും സാമൂഹികമായി സുസ്ഥിരമാണ് എന്തെന്ന് പറയുന്നത് ആരോഗ്യം. നല്ല ആരോഗ്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റുമോ, നമുക്ക് എഡ്യൂക്കേഷൻ അതിന് വിദ്യാഭ്യാസം ആർജിക്കാൻ പറ്റുമോ, ഒന്നിനും പറ്റില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടെ തന്നെ ഇരിക്കണം. അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷന് സെക്കൻഡായിട്ട് പറയുന്നത്. പിന്നെ ഇതിൽ പറയുന്നത് അതായത് ഈ ആരോഗ്യം കുറഞ്ഞ ആളുകൾക്ക്, അതായത് ഓരോ വ്യക്തിയെയും രാജ്യ പുരോഗതിയും എങ്ങനെയെല്ലാം ബാധിക്കും എന്നാണ് നോക്കുന്നത്. ഹൗ ഡൂസ് ഡിക്ലൈനിങ് ഹെൽത്ത് അഫക്റ്റ് ഇൻഡിവിജ്വൽ ആൻഡ് നാഷണൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയെല്ലാം ബാധിക്കും. അതായത് ഡിഗ്രീസ് പ്രൊഡക്ടിവിറ്റി, അതായത് വരുമാനം കുറയുന്നു, അതായത് ആളുകൾക്ക് ജോലി ചെയ്യാനുള്ള കഴിവ് ആരോഗ്യത്തിലൂടെ ഇല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, ഈ ഡിഗ്രീസ് പ്രൊഡക്ടിവിറ്റി, അതായത് വരുമാനം കുറയുന്നു. പിന്നെ എന്താ പറയുന്നത് സ്ലോ ഡൗൺ പ്രൊഡക്ഷൻ, അതായത് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിട്ട് നടക്കുന്നു. പിന്നെ ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഡിക്ലൈനിങ്. പിന്നെ പറയുന്നത് അത്രയും കാര്യങ്ങളാണ്, ആ 3 പോയിന്റ്സ് ആണ് പറയുന്നത്. അതായത് എന്തിനൊക്കെയാണ് നാഷണൽ ഡെവലപ്മെൻറ്റിനെ എങ്ങനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്, ഓരോ ഇൻഡിവിജ്വൽസിനും ഹെൽത്ത് കെയറിൻ്റെ കാര്യക്ഷമത കുറയുന്നതോടെ കാരണം എങ്ങനെയൊക്കെയാണ് അഫക്റ്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കുന്നത്. അത്രയും 3 പോയിന്റ് ഓർത്ത് വെക്കുക. പിന്നെ നമുക്ക് നോക്കാനുള്ള അതായത് ആരോഗ്യക്ഷമത വർദ്ധിക്കുന്നതിനുള്ള ആരോഗ്യ പരിപാലന മാർഗങ്ങൾ എന്തെല്ലാം, അതായത് വാട്ട് ആർ ദ ഹെൽത്ത് കെയർ മെഷേഴ്സ് ടു ബി ടേക്കൺ ടു ഇൻക്രീസ് ദ പ്രൊഡക്ടിവിറ്റി ഓഫ് ഹ്യൂമൻ റിസോഴ്സ്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സ്ട്രെങ്തൻ ഇമ്മ്യൂൺ സിസ്റ്റം, ഗിവ് ഇമ്പോർട്ടൻസ് ഓഫ് ഹൈജീൻ, എൻഷ്യൂർ
ensure adequate availability of nutrition food, provide medical facility, ensure recreation and relaxation, ensure pure water, maintaining healthy environment, provide health education. അതായത് നമ്മൾ എന്തൊക്കെയാണെങ്കിലും നമുക്ക് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതായത് ശുചിത്വ പരിപാലനം നല്ലോണം നമ്മൾ ശുചിത്വമായിട്ട് നിന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തു ഹെൽത്ത് കെയർ പരിപാലിക്കാൻ പറ്റുള്ളൂ, അതായത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ നമുക്ക് പറ്റുള്ളൂ. പിന്നെ മതിയായ പോഷകാഹാരക്കുറവ്, അതായത് നമ്മൾ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കി നമ്മൾ വീട്ടിൽ കഴിക്കുന്ന അതേപോലെ രീതിക്കുള്ള ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ഹെൽത്ത് എന്ന് പറയുന്നത് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്തിട്ട് നമുക്ക് പോകാം. പിന്നെ എന്താണ് പ്രൊവൈഡ് മെഡിക്കൽ ഫെസിലിറ്റി, അതായത് അസുഖം വരുമ്പോൾ ചിലവർ വീട്ടിൽ നിന്ന് തന്നെ ചികിത്സിക്കാൻ നോക്കും. അതിന് പകരം നമ്മൾ എന്ത് ചെയ്യണം, അതായത് കൂടുതലായിട്ട് ഫെസിലിറ്റീസ് ഉണ്ട്, അതായത് ഹോസ്പിറ്റലായിട്ട് നമ്മൾ കാണിക്കണം. അത്രയും കാര്യങ്ങളാണ് ഹെൽത്ത് കെയറിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് നോക്കാനുള്ള മൈഗ്രേഷൻ, അതായത് കുടിയേറ്റത്തെക്കുറിച്ചാണ് നോക്കാനുള്ളത്. എന്താണ് മൈഗ്രേഷൻ? നമുക്ക് സിമ്പിളായിട്ട് തന്നെ നമുക്ക് സ്വന്തമാക്കി തന്നെ മൈഗ്രേഷൻ, കുടിയേറ്റം, അതായത് നമ്മുടെ അടിസ്ഥാന അതായത് ബേസിക് നീഡ്സ് നഷ്ടപ്പെടുന്ന, അതായത് ഇവിടെ പറയാം മൈഗ്രേഷൻ ഈസ് ദ പെർമനൻറ്റ് ഓർ ടെമ്പററി മൂവ്മെൻറ്റ് ഓഫ് പീപ്പിൾ ഫ്രം വൺ റീജിയൻ ടു അനദർ റീജിയൻ. അതായത് നമ്മൾ ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് കുടിയേറി താമസം, ഇത് മൈഗ്രേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. അതായത് ഇതിൽ പറയുന്നുണ്ട് ഒരു പ്രദേശത്തു നിന്നും മറ്റൊരു പ്രദേശത്തേക്ക് സ്ഥിരമായോ താൽക്കാലികമായോ ജനങ്ങൾ മാറി താമസിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, കുടിയേറ്റം എന്ന് പറയുന്നത്. അപ്പം കറക്റ്റായിട്ട് തന്നെ നോക്കുക, ഈ ഡെഫിനിഷൻ തന്നെ നല്ലോണം പഠിച്ചു പോവുക എല്ലാവരും. പിന്നെ എന്തൊക്കെയായിരിക്കാം, പിന്നെ നമ്മൾ കുടിയേറ്റത്തെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ടും ന്യൂസിലൊക്കെ കാണുന്നുണ്ട്. അതായത് എഡ്യൂക്കേഷൻ ആവശ്യത്തിന് വേണ്ടിയും അതുപോലെ തന്നെ ജോലി സംബന്ധമായ ആവശ്യത്തിന് വേണ്ടി മറ്റു രാജ്യങ്ങളിലേക്ക് കുടിയേറി, അതായത് മൈഗ്രേറ്റ് ചെയ്തു പോകുന്നത്. അതായത് നമ്മളിപ്പം കേരളത്തെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ കൂടുതലായിട്ട് ഓപ്പർച്യൂണിറ്റി ഇല്ലാതാകുമ്പോഴാണ്, അതായത് ആളുകൾ എന്ത് ചെയ്യുന്നു, +2 ഒക്കെ കഴിയുമ്പോൾ കൂടുതലായിട്ട് കുട്ടികൾ എന്ത് ചെയ്യുന്നു, USA, UK അങ്ങനെ ഓരോ സ്ഥലങ്ങളിലായിട്ട് കൂടുതലായിട്ട് വിദ്യാഭ്യാസ എഡ്യൂക്കേഷന് വേണ്ടി പോകുന്നു. അതൊക്കെ നമുക്ക് മൈഗ്രേഷന് എഴുതാവുന്നതാണ്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ജോബ് ട്രെയിനിങ്, അതായത് അത് നമ്മളെ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷനിൽ വരുന്നതാണ് ജോബ് ട്രെയിനിങ് എന്ന് പറയുന്നത്. അതായത് ഇവിടെ പറയുന്നത് അക്വയറിംഗ് ജോബ് ട്രെയിനിങ് ക്യാൻ ഹെൽപ്പ് ഇൻക്രീസ് പ്രൊഡക്ടിവിറ്റി, ദസ് എനേബിളിംഗ് ഹയർ ഔട്ട്പുട്ട്. ജോബ് ട്രെയിനിങ് വിൽ ബ്രിങ്ങിങ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ടു ഇറ്റ്സ് പീക്ക്. അതായത് ഇവിടെ പറയുന്നുണ്ട് തൊഴിൽ പരിശീലനം നേടുന്നത് ഉൽപാദനക്ഷമത വർദ്ധിക്കാൻ സഹായിക്കും എന്നാണ് പറയുന്നത്. അതുവഴി ഉയർന്ന ഉൽപാദനം സാധ്യം. അതായത് തൊഴിൽ പരിശീലനം, അതായത് ഓരോ തൊഴിലിനും അതായത് ട്രെയിനിങ് കൊടുക്കുന്നതിലൂടെ അവർക്ക് എന്ത് ചെയ്യുന്നു, മോർ ഡെവലപ്മെൻ്റ് ആവുകയാണ്. അതായത് പിന്നീട് എന്ത് ചെയ്യുന്നു, അതുവഴി പ്രൊഡക്ടിവിറ്റി, അതായത് ഇപ്പം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ കൂടുതലായിട്ട് അവർക്ക് ട്രെയിനിങ് കൊടുക്കണം. അപ്പോൾ ആ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ കൂടുതലായിട്ട് അവൈലബിൾ ചെയ്യുമ്പോൾ അവർക്ക് അതിനെന്ത് ഡിമാൻഡ് കൂടുന്നു. അതിനെയാണ് എന്തെന്ന് പറയുന്നത്, ജോബ് ട്രെയിനിങ്ങിലൂടെ ഒരു പ്രൊഡക്ടിവിറ്റി എന്ത് ചെയ്യുന്നു, എക്കോണമിയിലേക്ക് പ്രൊഡ്യൂസ് ചെയ്യിപ്പിക്കുന്നത്. പിന്നെ നമുക്ക് അത്രയും കാര്യങ്ങളാണ് നമുക്കതിൽ പറയാനുള്ളത്. പിന്നെ നമുക്ക് ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മളിപ്പോൾ എഡ്യൂക്കേഷനൊക്കെ കിട്ടാനുള്ളത് ഇൻഫർമേഷൻ എവിടെ നിന്നൊക്കെ കിട്ടുന്നത്, അതായത് സ്കൂളിൽ നിന്ന് കിട്ടുന്നു. അതായത് നമ്മൾ എഡ്യൂക്കേഷൻ ഉണ്ടെങ്കിലാണ് കൂടുതലായിട്ട് ഇൻഫർമേഷൻ കിട്ടുന്നത്. പിന്നെ ഹെൽത്ത് കെയർ, അങ്ങനെ കുറേ ഇതിലൂടെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ആക്സസ് ടു ഇൻഫർമേഷൻ എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോർമേഷൻ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പിന്നെ ഇതിൽ ഈ ചാപ്റ്റർ ലാസ്റ്റായിട്ട് നമുക്കൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹ്യൂമൻ ക്യാപിറ്റൽ. എന്തൊക്കെ വെല്ലുവിളികളാണ് അതായത് മനുഷ്യ മൂലധന രൂപീകരണത്തെ സ്വാധീനിക്കുന്നതെന്നാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെയാണ് പോവർട്ടി, അതായത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. രണ്ടാമത്തേത് എന്താണ്, തൊഴിലില്ലായ്മ, അതായത് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോന്ന് എന്താണെന്ന് നോക്കാം നമുക്ക്. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട് ഒരു സർക്കിളായിട്ട് നമ്മൾ എന്താണ് പോവർട്ടി, അതിൻ്റെ കറക്റ്റായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അതായത് പോവർട്ടി ഈസ് ദ സ്റ്റേറ്റ് ഓഫ് നോട്ട് ബീങ് ഏബിൾ ടു മീറ്റ് ഈവൺ അവർ ബേസിക് നീഡ്സ്. അതായത് അടിസ്ഥാന ആവശ്യങ്ങളെല്ലാം നഷ്ടപ്പെടുന്ന അവസ്ഥേനെയാണ് എന്ന് പറയുന്നത് ദാരിദ്ര്യം എന്ന് പറയുന്നത്. അതിൽ നമുക്ക് പോവർട്ടി ഇതിലായിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട്. പോവർട്ടി എന്ന് പറയുന്നത് എന്ത് കാരണം കൊണ്ടായിരിക്കും, ലോ ഇൻകം ആൻഡ് ലോ പർച്ചേസിങ് പവർ. പിന്നെയുള്ളത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, പിന്നെ ലാക്ക് ഓഫ് ആക്സസ് ടു എഡ്യൂക്കേഷൻ ഒന്നും ലഭിക്കാത്ത അവസ്ഥയിൽ നമ്മൾ പോവർട്ടി എന്ന് പറയുന്നു. പിന്നെ പറയുന്നത്
ഹൈ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി, അതായത് ശിശു മരണ നിരക്ക് എന്ന് പറയുന്നത് കൂടുതലാവുമ്പോൾ എന്തെന്ന് പറയുന്നു, ദാരിദ്ര്യം. ഇതിനെല്ലാം കാരണം എന്ന് പറയുന്നത് പോവർട്ടി ആണ് എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ലോ പ്രൊഡക്ടിവിറ്റി, ലാക്ക് ഓഫ് കേപ്പബിലിറ്റി, അതായത് ലോ ഓഫ് പ്രൊഡക്ടിവിറ്റി, ലാക്ക് ഓഫ് കേപ്പബിലിറ്റി ടു വർക്ക്, അതായത് കുറഞ്ഞ ഉൽപാദനക്ഷമതയും ജോലി ചെയ്യാനുള്ള ശേഷിക്കുറവും. അതായത് നല്ല ആരോഗ്യം, നല്ല ഫുഡൊന്നും കിട്ടിയില്ലേ നമുക്കെന്താ ബേസിക് നീഡ്സ് ഒന്നും, അതായത് വസ്ത്രം, പാർപ്പിടം, ഭക്ഷണം ഒന്നും കിട്ടാത്ത അവസ്ഥ എന്ത് ചെയ്യുന്നു, അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നു, പോവർട്ടിയിലേക്ക് നയിക്കുകയാണെന്ന് ഇതിൽ പറയുന്നത്. ഇത്രയും സർക്കിളൊന്നും പഠിച്ചു വെച്ചാൽ മതി, എന്താണ് പോവർട്ടി എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. പിന്നെ നമുക്ക് നോക്കാനുള്ളത് അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിലില്ലായ്മ. അതായത് നമുക്കറിയാം കൂടുതലായിട്ട് പഠിച്ചിട്ടും നമുക്ക് തൊഴിൽ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാവില്ലേ, ആ അവസ്ഥ തന്നെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതായത് ടൈപ്പ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, പല തരത്തിലുള്ള അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതിനെയാണ് നമ്മളവിടെ നോക്കാൻ വേണ്ടത്. അതായത് ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് തൊഴിൽ ചെയ്യാൻ താല്പര്യമുണ്ട് പക്ഷെ എന്ത് ചെയ്യുന്നു, തൊഴിൽ കിട്ടുന്നില്ല, അത് ജോലി കിട്ടുന്നില്ലാത്ത അവസ്ഥ തന്നെയാണ് എന്തെന്ന് പറയുന്നത്, ഓപ്പൺ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് പുതിയ ടെക്നോളജീസ് ഒക്കെ വന്നു, അപ്പോൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ആളുകൾക്ക് എന്ത് ചെയ്യുന്നു, ജോലി കിട്ടാത്ത അവസ്ഥേനെയാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരാഴ്ചയിൽ ഇപ്പോൾ 7 ദിവസത്തിൽ 3 ദിവസം മാത്രമേ ജോലിയുള്ളൂ, ബാക്കി ദിവസം ഒന്നും ജോലിയില്ല, ആ ഒരു അവസ്ഥേനെയാണ് എന്ന് പറയുന്നത് സീസണൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് നമുക്ക് ജോലി ചെയ്യാൻ കഴിവുണ്ട് എന്നാലും നമ്മളിപ്പം ഡോക്ടർ ആകാനാണ് പഠിച്ചത്, അപ്പം നമുക്ക് വക്കീലായി അപ്പം നമുക്ക് എന്താ കറക്റ്റായിട്ടുള്ള നമ്മൾ ആഗ്രഹിച്ച ഒരു ജോലി കിട്ടിയില്ല, അതുപോലെ തന്നെ അതിൻ്റെ ഉള്ള സാലറി, അതായത് ഇപ്പം നമുക്ക് കിട്ടേണ്ട എത്ര വേതനമാണ് കിട്ടേണ്ടതെന്നുള്ളത് അത്രയും കിട്ടിയില്ല, ആ ഒരു അവസ്ഥയാണ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ സൈക്ലിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്, അതായത് ഒരു വർഷത്തെ എക്കണോമിക്കായിട്ട് നോക്കുകയാണെങ്കിൽ നമ്മൾ ഒരു വർഷത്തിൽ ഒരു പകുതി, ഒരു 6 മാസം നമുക്ക് ജോലി, അതായത് 6 മാസം ഒരു കമ്പനിയിലേക്ക് ആളുകളെ അതായത് അൺഎംപ്ലോയ്മെൻറ്റ് കൂടി വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യുന്നു, കുറേ ആളുകളെയൊക്കെ ജോലിക്ക് എടുക്കുന്നു. ഒരു 6 മാസം കൊണ്ട് കുറേ ആൾക്കാരൊക്കെ ജോലിക്ക് എടുക്കുന്നു. ഇപ്പം ഈ 6 മാസം എടുത്ത ഈ ആളുകളെയും കൊണ്ട് പിന്നീടുള്ള 6 മാസം എന്ന് പറയുന്നത്, അപ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു, ഡീഫ്ലേഷൻ സംഭവിക്കുന്ന സമയത്ത് അവരെന്ത് ചെയ്യുന്നു, കൂടുതലായിട്ട് ആളുകളേക്ക് ഒഴിവാക്കുന്നു. ആ ഒരു സമയത്തിലുള്ളതാണ് സൈക്കിളിക്കൽ. അതായത് ഒരു കാലത്ത് അവരെന്ന് പറയുന്നു ഇൻഫ്ലേഷൻ വരുന്ന സമയത്ത് ആളുകളൊക്കെ കൂടുതലായിട്ട് എടുക്കുന്നു, പിന്നെ ഡീഫ്ലേഷൻ വരുമ്പോൾ കുറേ ആൾക്കാരൊക്കെ ഒഴിവാക്കുന്നു. ആ ഒരു സമയത്തുണ്ടാകുന്നതാണ് അൺഎംപ്ലോയ്മെൻറ്റിനെയാണ് പറയുന്നത് സൈക്കിളിക്കൽ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് അൺഎംപ്ലോയ്മെൻറ്റിനെ കുറിച്ച് പറയുന്ന ആൾ. ഈ ചാപ്റ്റർ തന്നെ സിമ്പിളാണ്, സിമ്പിൾ ചാപ്റ്ററാണ്, നമുക്ക് ഈസി ആയിട്ട് തന്നെ പഠിച്ച് പോവാം. അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ നിങ്ങൾ 7ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ്. അതേപോലെ ബാർട്ടർ സിസ്റ്റം എന്താണ്, എവല്യൂഷൻ ഓഫ് മണി എന്താണ്, ഹ്യൂമൻ റിസോഴ്സസ് എന്താണ്, പ്രൊഡക്ടിവിറ്റി എന്താണ്, ഏജ് സ്ട്രക്ചർ. അതിൽ ഏജ് സ്ട്രക്ചർ എന്ന് പറയുന്നത്, അതായത് ഓരോ പ്രായഘടന അനുസരിച്ച് ആളുകളെ, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഓരോ വയസ്സിലുള്ള ആളുകളെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏജ് സ്ട്രക്ചർ എന്ന് ഡിവൈഡ് ചെയ്യുന്നതാണ് പറയുന്നത് കേട്ടോ. ആ ഏജ് സ്ട്രക്ചർ ഒന്നും ജസ്റ്റ് നമുക്കറിയാം, ഇത്ര വയസ്സ് മുതൽ ഇത്ര വയസ്സ് വരെയുള്ള ആളുകളെയൊക്കെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്, അതായത് ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് ഏജ് സ്ട്രക്ചറെ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നത്. ഇത്രയും കാര്യമാണ് ഈ ചാപ്റ്റർ പഠിക്കാനുള്ളത്. അപ്പം നല്ലോണം പഠിക്കുക, ഈ നോട്ടും കറക്റ്റായിട്ട് നോക്കുക, പിന്നെ ടെക്സ്റ്റ് ബുക്ക് നല്ലോണം വായിച്ചു നോക്കുക. അപ്പം നമുക്ക് ഓൺ എക്സാം ഒക്കെ നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് നല്ലോണം എഴുതണ്ടേ, അപ്പം എന്തായാലും നല്ലോണം പഠിക്കുക. സിമ്പിൾ ചാപ്റ്റർ ആണ്, എല്ലാവരും നല്ലോണം എഴുതുക, അതേപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യുക.